Hello dear students, in this video we will discussing the topic total quality management. Total quality management is a management approach for an organization centered on quality based on the participation of all of its members and aiming at long-term success through customer satisfaction and benefits to all members of the organization and to society. ആ വേർഡിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? സെൻറ്റേർഡ് ഓൺ ക്വാളിറ്റി. നമ്മുടെ കസ്റ്റമേഴ്സ് ഈ ഓർഗനൈസേഷനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടോട്ടൽ ക്വാളിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ്, മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് അപ്രോച്ച് ടോട്ടലി ഫോക്കസസ് അപ്പോൺ ക്വാളിറ്റി ബേസ്ഡ്. അതിനെയാണ് നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Total quality management is a participative, systematic approach to planning and implementing a constant organizational improvement process. എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷണൽ ഇംപ്രൂവ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ടുവരാനായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതുപോലെ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആക്ടിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Its approach is focused on exceeding customers' expectations, identifying problem, building commitment, and promoting open decision making among workers. ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും അല്ലേ? നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്റ്റിൽ നിന്നോ സർവീസിൽ നിന്നോ അവരൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ എക്സ്പെക്റ്റേഷന് പുറമെ അതിനേലും എക്സീഡ് ചെയ്തുകൊണ്ട് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, അതിനേലും കൂടുതലായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഓർഗനൈസേഷൻ പ്രോബ്ലംസ് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ് ബിൽഡ് ചെയ്യുക. ഓപ്പൺ ഡിസിഷൻ മേക്കിംഗ്, വർക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഓപ്പൺ ഡിസിഷൻ മേക്കിംഗ് അവരെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നത്. നമ്മുടെ മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് ട്രഡീഷണലി ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ആയിട്ട് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആണ് ഈ പറയുന്ന TQM പോലെയുള്ളതൊക്കെ. അപ്പോൾ TQMൽ എന്താണ്? TQM ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ എഫേർട്ട് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എവറി ലെവൽ. ഓർഗനൈസേഷനിലെ എല്ലാ ലെവലിലും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അത് ഈച്ച് ആൻഡ് എവറി ഐറ്റംസിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് ഇഫേർട്ടാണ്. അതിലെന്തുണ്ടാവും? മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് വർക്കേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, അവരുടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും, അവരുടെ ഒരു ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് അവരുടെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ടു മീറ്റ് ദ ക്വാളിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ എൻഡ് പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റി മീറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് കസ്റ്റമേഴ്സ് ഡിഫൈൻഡ് ക്വാളിറ്റി. കസ്റ്റമേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ക്വാളിറ്റിയിലേക്ക് മാനേജ്മെൻറ്റ് എത്തുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ TQM എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് പ്രാക്ടീസാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ബേസിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ഓഫ് TQM ആയി ബന്ധപ്പെട്ട് കുറേയധികം കോൺസെപ്റ്റ്സുകളുണ്ട്. നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ TQM കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? കസ്റ്റമേഴ്സ് ഓറിയൻറ്റേഷൻ ഓർ ഫോക്കസ്. നമ്മൾ പറഞ്ഞു ആദ്യമേ തന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ കസ്റ്റമേഴ്സ് ഓറിയൻറ്റേഷൻ ഓർ ഫോക്കസ്. ഇൻവോൾവ്മെൻറ്റ് ഓഫ് TQM മെയിൻലി ഫോക്കസസ് അപ്പോൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ, അവർ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിലോ സർവീസിലോ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനിലോ കസ്റ്റമേഴ്സ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്, അത് നമ്മൾ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ കമ്പനീസ് നീഡ് ടു കണ്ടിന്യൂലി ഗാദർ ഇൻഫർമേഷൻ ബൈ ദ മീൻസ് of focus group, market surveys and customer interview in order to stay in tune with what customers want. എന്താണ് കസ്റ്റമേഴ്സിന് വേണ്ടതെന്നുള്ളത് അറിയാനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മാർക്കറ്റ് സർവേ നടത്തുന്നു, കസ്റ്റമേഴ്സ്
കസ്റ്റമേഴ്സുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നു, ഫോക്കസ് ഗ്രൂപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് എന്തിലേക്ക് എത്താം, എന്താണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, അവരുടെ എന്താണ് എക്സ്പെക്റ്റേഷൻ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്രത്തോളമാണെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അല്ലേ, പലപ്പോഴും എന്താണ് സർവേകളുടെ ഭാഗമായിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യനെയറുകളും അല്ലെങ്കിൽ ചെറിയ നമ്മളുടെ ഫീഡ്ബാക്ക് ഫോമുകളൊക്കെ കാണാറുണ്ട് അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്നതിന് മുൻപായിട്ടൊക്കെ. അപ്പോൾ അത്തരം രീതിയിലൊക്കെ നമുക്ക് പല രീതിയിലും കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അവരുടെ സാറ്റിസ്ഫാക്ഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻലി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിൽ, ഓർഗനൈസേഷനിലെ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ടൈമിലേക്കോ അല്ലെങ്കിൽ ഒരു പീരീഡിലേക്കോ വേണ്ടിയിട്ടല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് കോൾഡ് കീസൺ ബൈ ദ ജാപ്പനീസ് റിക്വയർഡ് ദാറ്റ് ദ കമ്പനി കണ്ടിന്യൂലി എൻഡ്യൂവർ ടു ബി ബെറ്റർ ത്രൂ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് അല്ലേ. നമ്മൾ എന്താണ് ഓർഗനൈസേഷനിൽ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും അവരുടെ സാറ്റിസ്ഫാക്ഷനും അവരുടെ വാണ്ട്സും ഒക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി എൻക്വയറി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അവർക്ക് കിട്ടിയിരിക്കുന്ന സർവീസസിൽ നിന്ന്, അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെങ്കിൽ എൻ്റയർ ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ എന്താണ് കണ്ടിന്യൂസ്ലി ഡിക്റ്റേറ്റ് ചെയ്യുന്നു, അതൊക്കെ സോൾവ് ചെയ്യുക. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ടോട്ടലി അവരുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കീസൻ, ജാപ്പനീസ് വേർഡായ കീസൻ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും എന്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഈ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ടു മീറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അവർ നമുക്ക് നൽകുന്ന ചലഞ്ചസ് മീറ്റ് ചെയ്യുക, ഒപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിന്റ്, എംപ്ലോയി എംപവർമെൻറ്റ്. TKM philosophy aims to empower all employees to search for quality problems and correct them. Workers are empowered to make the decision relative to quality in the production process. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവിടെ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്, ടോട്ടൽ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് എന്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്, എംപ്ലോയിയുടെ എംപവർമെൻറ്റോടു കൂടിയാണ്, എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് അല്ലേ. അപ്പം ഈ പറയുന്നതിൽ എന്തും കൂടിയുണ്ട്, വർക്കേഴ്സിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എംപ്ലോയി എംപവർമെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഇതിൽ TQMൽ. അടുത്ത പോയിൻ്റ്, ടീം അപ്രോച്ച്. ആസ് പെർ TQM കോൺസെപ്റ്റ്സ്, ക്വാളിറ്റീസ് ആൻഡ് ഓർഗനൈസേഷണൽ ഇഫർട്ട് അല്ലേ. ആരുടെയൊക്കെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ, മാനേജ്മെൻറ്റിൻ്റെ, അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇഫേർട്ടാണ്, ഒരു ടീം അപ്രോച്ചാണ് ഇതിലുള്ളത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതല്ലാതെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രം ഈ പറയുന്നത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെത്തില്ല, ഈ പറയുന്ന എക്സ്പെക്റ്റേഷൻസിലേക്ക് എത്തില്ല. അപ്പോൾ ഓർഗനൈസേഷനിൽ ഒരു ഇഫേർട്ടാണ് ടു ഫെസിലിറ്റേറ്റ് ദ സോൾവിങ് ഓഫ് ക്വാളിറ്റി പ്രോബ്ലംസ്. ഇറ്റ് പ്ലേസസ് ഗ്രേറ്റ് എംഫസിസ് ഓൺ ദ ടീം വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനിലേക്ക് എത്താനുമായിട്ട് ഇവർ എന്ത് ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ടീം വർക്ക് റെഗുലർലി ടു കറക്റ്റ് പ്രോബ്ലംസ് ബൈ യൂസിങ് ടെക്നിക്സ് സച്ച് ആസ് ബ്രെയിൻ സ്റ്റോമിങ്, ഡിസ്കഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. നമുക്കറിയാം ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടീമിൻ്റെ ഇടയിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ ഇടയിൽ നമ്മളൊരു കോൺസെപ്റ്റ് കൊടുക്കുകയാണ്, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യാതെ തന്നെ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പല കോൺസെപ്റ്റുകളും അതിനോടുള്ള അവരുടെ ഒപ്പീനിയൻസ് നമുക്ക് കളക്ട് ചെയ്യണം അല്ലേ. അതിനുശേഷമാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത്തരം രീതിയിൽ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഡിസ്കഷനിലൂടെ ക്വാളിറ്റി കൺട്രോൾ ടൂൾസിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ളൊരു ഐഡിയാസൊക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ അത്തരം ഒരു ടീം അപ്രോച്ചിലൂടെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേടിയെടുക്കുന്നത് അല്ലേ. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ടീംസ് ആർ കൺസിഡർഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ സക്സസ് ഓഫ് ദ കമ്പനി. ഫോർ ദിസ് റീസൺ കമ്പനീസ് റിസർവ് ടൈം ഇൻ ദ വർക്ക് ഡേ ഫോർ ദ ടീം മീറ്റിംഗ്. അപ്പം വളരെ ഇമ്പോർട്ടൻസ് ആണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ്, ടീം മീറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് അവിടുത്തെ ഫംഗ്ഷനിങ്ങിൽ എന്തൊക്കെയാണ് അവിടുത്തെ നല്ലതായത് അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ടീം മീറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് പോയിൻ്റ് ആണ് ക്വാളിറ്റി സർക്കിൾ.
എന്താണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ടീം ഈസ് ദ ക്വാളിറ്റി സർക്കിൾ, എ ടീം ഓഫ് വോളണ്ടിയർ പ്രൊഡക്ഷൻ എംപ്ലോയീസ് ആൻഡ് their supervisors whose purpose is to solve the quality problem. The circle is usually composed of 8 to 10 members and the decisions are made through group consensus. The teams usually meet weekly during work hours in a place designated for this purpose. ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ചെറിയൊരു കൂട്ടം, ഒരു 8 to 10 മെമ്പേഴ്സ്, ഒരു എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവർ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടീം ആവാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചെറിയൊരു ടീം ഉണ്ടാവും. ഈ ടീം എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു ടൈം, അവരുടെ വർക്കിംഗ് അവേഴ്സിൽ അവരൊരു സ്പെസിഫിക് ഏരിയയിൽ ഒത്തുചേരുന്നു, അല്ലെ, ഒരു മീറ്റിംഗ് പോലെ. പക്ഷെ അത് കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും, കുറച്ചും കൂടെ ഡിസ്കഷൻ കുറെ കൂടെ എന്തായിരിക്കും, എല്ലാവരുടെയും ഒപ്പീനിയൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ ആയിരിക്കും. അതിൽ നിന്ന്, ഇത്തരം ക്വാളിറ്റി സർക്കിളുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവിടുത്തെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കും, ഇനി എന്തൊക്കെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അത്തരം കോൺട്രിബ്യൂഷൻസ് ഈ പറയുന്നവരിൽ നിന്ന് ലഭിക്കും. ഈ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? TQMൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. നെക്സ്റ്റ് ആണ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, വർക്കേഴ്സിന് പാർട്ടിസിപ്പേഷൻ, എംപ്ലോയിയുടെ ഇൻവോൾവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? എംപ്ലോയീസ് ഇൻ എ TQM environment has very different role and responsibility than in a traditional organization. നമ്മൾ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളത് ഉള്ള ഓർഗനൈസേഷൻ കോൺസെപ്റ്റ്സുകളൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? എന്താണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഓർഡേഴ്സ് കൊടുക്കുന്നു. അത് പ്രകാരം അവരെന്ത് ചെയ്യുന്നു? അവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവർ വർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സിൽ എംപ്ലോയിയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഡിഫറെൻ്റ് ആണ്. ട്രഡീഷണലിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവരുടെ റോളുകളൊക്കെ എന്താണ്? വളരെ ഡിഫറെൻ്റ് ആണ്. ദേ ആർ ഗിവൺ റെസ്പോൺസിബിലിറ്റി, ട്രെയിനിങ് ആൻഡ് അതോറിറ്റി ടു മെഷർ ആൻഡ് കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ദ വർക്ക്. അവർക്ക് പല രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി അവർക്ക് എന്ത് കിട്ടുന്നു? അവർക്ക് കൂടുതലായിട്ട് അവരുടെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അവർക്ക് വർക്കൊക്കെ അവരുടെ ബെസ്റ്റ് ഒപ്റ്റിമം ലെവൽ ഓഫ് റിസൾട്ട്സുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കും, അല്ലേ? അപ്പോൾ ദേ വർക്ക് ടുഗദർ ഇൻ ടീംസ് ടു അഡ്രസ് ദ ക്വാളിറ്റി ഇഷ്യൂസ്. അവരെന്ത് ചെയ്യുന്ന? ഒരു ഗ്രൂപ്പായിട്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ ക്വാളിറ്റി സർക്കിളുകളിലും ഡിസ്കഷനിലും ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെയൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു? പരസ്പരം അവരുടെ ഐഡിയാസൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അവർക്ക് ആ ക്വാളിറ്റി ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും സോൾവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ പറയുന്ന മോഡേൺ പ്രാക്ടീസസിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്നു. അടുത്തെന്താണ്? മാനേജ്മെൻറ്റ് ഇൻവോൾവ്. എംപ്ലോയിയോടൊപ്പം തന്നെ ആരും വേണം? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം, അവരുടെ ഗൈഡൻസും വേണം, അവരുടെ സൂപ്പർവിഷനും വേണം, അല്ലേ? ദ മാനേജ്മെൻറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ TQM. ടോപ്പ് മാനേജേഴ്സ് മസ്റ്റ് ഫോക്കസ് ദെയർ അറ്റൻഷൻ ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ, അല്ലേ? ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം എംപ്ലോയി പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എന്ത് വേണം? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സൂപ്പർവിഷൻ വേണം, അല്ലേ? പ്രോപ്പറായിട്ടൊരു സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ടെൻഡൻസിയാണ് അതൊക്കെ വയലേറ്റ് ചെയ്യുക, അവർക്ക് വർക്കുകൾ എന്ത് ചെയ്യുക? നല്ല പ്രോപ്പറായിട്ട് മുന്നോട്ട് പോവാതിരിക്കുക എന്നുള്ളത്, അല്ലേ? ഒരു ലേസിനെസ് എന്നൊക്കെ പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്? ടോപ്പ് മാനേജേഴ്സിൻ്റെ, സൂപ്പർവൈസറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രോൾ, അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് TQMൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. Activities in which they are directly responsible for quality must be establishing the purpose for the implementation of the quality standard. ഇനി there are certain tools in the TQM എങ്ങനെ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാം, അതെങ്ങനെ റിയൽ ആയിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് ടൂൾസ് ഉണ്ട്. പല ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? TQM ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രോസസ് മാപ്സ്. Process mapping is a workflow diagram to bring forth a clearer understanding of the process of series of parallel processes. For improving a process, it is better a map process. Process map എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ആക്ടിവിറ്റീസ് എന്നുള്ളതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഡയഗ്രമാണ്. അത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? എന്തൊക്കെയാണ് ഒരു പ്രോസസ്സ് കഴിഞ്ഞ് എന്താണ് അടുത്തത്? ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്, അല്ലേ, നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോരോ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ആണ് ഈ പ്രോസസ് മാപ്പിൽ. ഇതെന്തിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ എൻ്റയർ
പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഒരു ടൈം നമുക്ക് അതിനൊക്കെ സെറ്റ് ചെയ്യാം, അല്ല ഓരോ ആക്ടിവിറ്റിക്കും എന്തൊക്കെ ടൈം വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രീവിയസ് ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടായി, അവിടെ ഒരു ലാഗ് ഉണ്ടായെങ്കിൽ നമുക്കത് കോപ്പപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ആക്ടിവിറ്റീനെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനൊക്കെ സാധിക്കും. എന്ത് വഴി? ഇത്തരം പ്രോസസ് മാപ്പുകൾ വഴി. ഇനി സെക്കൻഡ് വൺ ആണ് പോക്കെയോക്കെ. എന്താണ് പോക്കെയോക്കെ എന്ന് പറയുന്നത്? പോക്കെയോക്കെ ടെക്നിക് ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ കോസ് ഓഫ് ആൻ എറർ അറ്റ് ദ സോഴ്സ്, ഡിറ്റക്ട് ആൻ എറർ അറ്റ് ഇറ്റ് ഈസ് ബീങ് മെയ്ഡ് ആൻഡ് ഡിറ്റക്ട് ആൻ എറർ സൂൺ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ബട്ട് ബിഫോർ റീച്ചസ് ദ നെക്സ്റ്റ് ഓപ്പറേഷൻ. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു എറർ വന്നു, ഒരു ഡിഫിക്കൽട്ടി വന്നു, ഒരു ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് എപ്പോഴാണോ അത് ആ ഒരു എറർ ഉണ്ടായത് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏർലിയർ ഏറ്റവും ആദ്യം തന്നെ നമ്മളത് എന്ത് ചെയ്യുന്നു, അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു ഓപ്പറേഷനിലേക്ക് അത് എത്തുന്നതിന് മുൻപ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്പറേഷനെ അത് ഇഫക്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ എറർ ഏറ്റവും ഏർലിയർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്റ്റേറ്റ് ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ആ ഒരു എറർ ഉണ്ടാവാനുള്ള കോഴ്സ്, പിന്നീടുള്ള ഒരു ആക്ടിവിറ്റീനെ അത് ഇഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ആ കോഴ്സിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനാണ് പോക്കെയോക്കെ എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. നമുക്കറിയാം പല രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുണ്ട് അല്ലേ. ദിസ് സെറ്റ് ഓഫ് എ ടൂൾസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ ചാർട്ട്സ്, പാരറ്റോ ചാർട്ട്സ് ആൻഡ് ഹിസ്റ്റോഗ്രാം. പല രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുണ്ട് അല്ലേ. പല ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, പല ചാർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനൊക്കെ സോഫ്റ്റ്വെയറുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്വാളിറ്റി എൻഷുർ ചെയ്യാം, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്? ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്. ഫോർത്ത് വൺ ആണ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്. ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് ഈസ് എ ടെക്നിക് ഫോർ ഐഡൻറ്റിഫൈങ് ദ ഫോഴ്സസ് ദാറ്റ് ഹെൽപ്പ് ഓർ ഒബ്സ്ട്രക്ട് എ ചേഞ്ച് യു വാണ്ട് ടു മേക്ക്. ഒരു ചേഞ്ച് നമുക്ക് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ ചേഞ്ചിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഫോഴ്സസ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് വൈഡ്ലി യൂസ്ഡ് ടൂൾ ഫോർ വിഷ്വലൈസിങ് ദ വേരിയസ് ഫോഴ്സസ് ആൻഡ് ഐഡൻറ്റിഫൈങ് ആക്ഷൻസ് ടു സപ്പോർട്ട് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ചേഞ്ച് അല്ലേ. ഇപ്പം നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ പറയുന്ന ലാപ്ടോപ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ചേഞ്ച് ആയിരുന്നു. ഈ കമ്പ്യൂട്ടറൈസേഷൻ വരുമ്പോൾ എന്താണ്, അവിടെ കുറേ അതിനെ ഈ പറയുന്ന പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന കുറേ ചേഞ്ചസ് ഉണ്ട്. ഈ പറയുന്ന ഈ പുതിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലംസൊക്കെ വിഷ്വലൈസ് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ അത്തരം പ്രാക്ടീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് റൂട്ട് കോസ് അനാലിസിസ്. It is also known as 5 whys. The Japanese popularized this tool. It consisting of asking a series of questions until one uncovers the root cause of the defective products. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ്, അതായത് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ആസ്കിങ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അതുണ്ടായത്, റൂട്ട് കോസ്, അത്തരമൊരു ഡിഫക്റ്റീവ് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിക്കുന്നതാണ്. അതിനെപ്പറ്റിയൊരു സ്റ്റഡി നടത്തുന്നതിനെയാണ് റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയുന്നത്. The objective is to determine why a defective product was produced. RCA is a method of problem solving used for identifying the root cause of faults and problem. നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസസിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫോൾട്ടുകൾക്ക് റൂട്ട് കോസസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് കണ്ടെത്തി നമ്മളത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് പ്രോബ്ലംസ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അൾട്ടിമേറ്റ്ലി അത് എന്തിലേക്ക് ലീഡ് ചെയ്യും, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യും അല്ലേ. അപ്പോൾ റൂട്ട് കോസ് അനാലിസിസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായി എന്ന് മെഷർ ചെയ്യുകയും അതിനനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ് എന്ത്, റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയുന്നത്. 6th പോയിൻ്റ് ആണ് ഫിഷ് ബോൺ ഡയഗ്രാം അഥവാ ഇഷിക്കാവ ഡയഗ്രാം. ദിസ് ടൂൾ ഈസ് ഓൾസോ കോൾഡ് ആസ് എ കോസ് ആൻഡ് ഇഫക്റ്റ് ഡയഗ്രാം. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, കാരണവും
അതിൻ്റെ ഇഫക്റ്റും അല്ലേ. ഇറ്റ് ഈസ് യൂസ് ടു ബ്രെയിൻ സ്റ്റോമിങ് സെക്ഷൻ ടു എക്സാമിൻ ഫാക്ടേഴ്സ് ദാറ്റ് മേ ഇൻഫ്ലുവൻസ് എ ഗിവൻ സിറ്റുവേഷൻ ഓർ ഔട്ട്കം അല്ലേ. എന്തുകൊണ്ടാണ് ഒരു സിറ്റുവേഷനിൽ ഒരു ഔട്ട്കത്തിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ്, എന്തുകൊണ്ട് അതുണ്ടായി, അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് പറയുന്ന അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെയാണ് ഫിഷ് ബോൺ ഡയഗ്രം എന്ന് പറയുന്നത്. 7th tool is loss functions. In many manufacturing situations, one creates tolerance limits for a product that fall outside the limit are defective, and those that are inside the limit are deemed to be good. The loss function tool is used to recognize that there is a cost associated with any deviation from the ideal value. എന്ത് ഈ ലോസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഒരു മാനുഫാക്ചറിങ് സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ടോളറൻസ് ലിമിറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്താ ടോളറൻസ് ലിമിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഈ ടോളറൻസ് ലിമിറ്റിന് പുറമേ നിന്ന്, അതായത് ഫോൾ ഔട്ട്സൈഡ് ദ ലിമിറ്റ്, ഈ നമ്മൾ പറയുന്ന ഈ കണ്ടീഷൻ പുറത്താണ് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ ഡിഫക്റ്റീവായിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് എൻഷുർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് എന്നെല്ലാം ഗുഡ് പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഡിഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി, അതായത് ഈ ഒരു ലിമിറ്റിന് പുറമേ അല്ലെങ്കിൽ അതിനേക്കാൾ ഇപ്പം നമ്മൾ ഒരു കോസ്റ്റ് ഇത്ര വേണം അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഇത്ര കൺസ്യൂം ചെയ്യണം എന്നൊരു ലിമിറ്റ് ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 rupees അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അതിന് പുറമേ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ആ ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണ്. കാര്യം നമ്മൾ ആ പറഞ്ഞ ലിമിറ്റിൽ നിന്നുകൊണ്ടല്ല അത് വർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഡിഫക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റീവ് ആവാനായിട്ടുണ്ടായ കോസ്റ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞു അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന എമൗണ്ട്, റോ മെറ്റീരിയൽ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റ്, അഡീഷണൽ ആയിട്ട് എംപ്ലോയി വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന വേജസ്, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ഡീവിയേഷനുമായി ബന്ധപ്പെട്ട് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന കോസ്റ്റുകളാണ്. അപ്പോൾ ആ കോസ്റ്റ് എത്രയാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ലോസ് ഫങ്ഷൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ എൻ്റെ ടൂളാണ്. അപ്പോൾ നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ ഡിഫക്റ്റീവ്സ് അല്ലെങ്കിൽ ഡീവിയേഷൻസ്, കോസ്റ്റ്, അഡീഷണലായി വരുന്ന കോസ്റ്റൊക്കെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ രീതിയിലുള്ള കോസ്റ്റുകളെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല ടൂളുകളിൽ ഒരു ടൂളാണ് എന്ത്? ലോസ് ഫങ്ഷൻ എന്ന് പറയുന്നത്. 8th point, the Plan Do Study Act അഥവാ PDSA cycle. This tool is also known as a Shouhart cycle, deeming popularized it in Japan. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, കേസിനായിക്കോട്ടെ പല ചാർട്ടുകളായിക്കോട്ടെ, ഇപ്പോൾ ഈ പ്ലാൻ ഡു സ്റ്റഡി ആക്ട് ഒക്കെ പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത് ജപ്പാനിലാണ്. ആസ് എ റിസൾട്ട് ദ ജാപ്പനീസ് റെഫർ ടു ഇറ്റ് ആസ് ദ ഡീമിംഗ് സൈക്കിൾ. The tool emphasizes a new plan for change. It carries out tests to make the changes on a small scale, observe the effects, and finally study the results to determine what has been learned. The cycle is repeated as needed. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? നമ്മൾ റിയലായിട്ട് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ റിയലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ഒരു സ്മോൾ സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചേഞ്ചസ് നടത്തുന്നു, അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നു. ഇപ്പോൾ ഒരു പ്രൊഡക്ഷനാണ്, പുതിയൊരു ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ചെറിയൊരു സാമ്പിൾ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്മോൾ സ്കെയിലിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റയർ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു ടെക്നിക്കൽ ചേഞ്ച്, അതിൻ്റെ നമ്മൾ ആദ്യം അതിനൊരു പ്രൈമറി സ്റ്റഡി എന്നുള്ളൊരു ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ ഒരു ട്രയൽ നോക്കുന്നു. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ എന്താണ് ഇഫക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും, അതിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ സാധിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പ്രൈമറി സ്റ്റഡിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്മോൾ സ്കെയിലിൽ നമ്മൾ നടത്തുന്ന ആ ഒരു ടെസ്റ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിന് നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ആണ്, മെറിറ്റ്സ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ സൈക്കിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അത് നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതാണ് പ്ലാൻ ഡു സ്റ്റഡി ആക്ട് എന്ന് പറയുന്നത്. ആക്ച്വലി അതെന്ത് ചെയ്യുന്നു? ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അത് ഫൈനൽ ഇതിലേക്ക് മെയിൻ കോഴ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് പ്ലാൻ ഡു സ്റ്റഡി ആക്ട് സൈക്കിൾ എന്ന് പറയുന്നത്. 9th പോയിന്റ് ആണ് ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് ആ ടേമിൽ തന്നെ ഉണ്ട് അല്ലേ. അവിടെ എന്താണ്? ഒരു ബെഞ്ച് മാർക്ക്, ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? അനദർ വേസ് ഓഫ് കമ്പനി ഇംപ്ലിമെൻറ്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് ബൈ സ്റ്റഡിങ് ബിസിനസ് പ്രാക്ടീസസ് ഓഫ് കമ്പനീസ് കൺസിഡർഡ് ബെസ്റ്റ് ഇൻ ക്ലാസ് അല്ലേ. നമ്മളൊരു ബെസ്റ്റ് ലെവൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാകും, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്നുണ്ടാകും.
This is called benchmarking. The ability to learn and study how others to do is an important part of continuous improvement. അപ്പം ഇപ്പോൾ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് ആണെങ്കിൽ അതിന് നമ്മളൊരു ബെഞ്ച് മാർക്ക് വയ്ക്കുന്നുണ്ട്, അല്ലെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിക്കാണെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു ബെഞ്ച് മാർക്കിന് മുകളിൽ പോകുമ്പോൾ നമ്മളതിനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ താഴെ പോകുമ്പോൾ നമ്മളെന്താണ് ആ ക്വാളിറ്റി അച്ചീവ് ചെയ്തില്ല എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ മന്ത്ലിയൊക്കെ റിപ്പോർട്ടൊക്കെ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിൻ്റെ റിപ്പോർട്ട് വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ബെഞ്ച് മാർക്ക് അച്ചീവ് ചെയ്തോ ഇല്ലയെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാം. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയാം. ബെഞ്ച് മാർക്കിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി 10th പോയിൻ്റ് ആണ് ബ്രെയിൻ സ്റ്റോമിങ്. നമ്മൾ ഓൾറെഡി ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നിന്ന് നമുക്കൊരു പോയിന്റിനെ പറ്റി ഒപ്പീനിയൻ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കോൺസെപ്റ്റ് പറയുന്നു, ഫ്രീലി അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ കളക്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പം അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, എല്ലാ സജഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നു, ഒരു ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ ഡിസ്കഷനിലൂടെ എത്തുന്നതിനെയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഈസ് ടു ഇൻവൈറ്റ് പാർട്ടിസിപ്പൻസ് ടു സജസ്റ്റ് സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം വിത്തൗട്ട് എനി ഇവാലുവേഷൻ ഓഫ് ദ യൂസ്ഫുൾനെസ് ഓർ കറക്റ്റ്നെസ് ഓഫ് ദെയർ ഐഡിയ അല്ലേ. ഒരു സൊല്യൂഷൻ വേണം, ഒരു പ്രോബ്ലത്തിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. അപ്പോൾ നമ്മൾ ഒരു കൂട്ടം ആളുകളുടെ, ഒരു എംപ്ലോയീസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് ഇടുകയാണ്, ആ പ്രോബ്ലം ഇടുകയാണ്. അപ്പോൾ ആ പ്രോബ്ലത്തിൽ നിന്ന് അവർ പലപ്പോഴും പല ഒപ്പീനിയൻ പറയും. അതിൻ്റെ യൂസ്ഫുൾനെസ്സിനോ അല്ലെങ്കിൽ കറക്റ്റ്നെസ്സിനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നൊന്നും നമ്മളവിടെ മെഷർ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, there are several computer tools that have been developed to assist this process. അപ്പോൾ ഇത്തരം കളക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് പല കമ്പ്യൂട്ടർ ടൂൾസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ആഫ്റ്റർ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ആഫ്റ്റർ ഓൾ സജഷൻസ് ഹാവ് ബീൻ മെയ്ഡ് ദർ ഇസ് എ ഡിസ്കഷൻ അബൌട്ട് ദ വാല്യൂ ഓഫ് ദ സജഷൻ. അപ്പോൾ എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യുന്നു, അറ്റ് എ ടൈം നമ്മൾ ആരെയും ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ സജഷൻസിനെ പറ്റി, ആ ഒരു സജഷൻസിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റി പഠിക്കാനായിട്ട് നമ്മളൊരു ഡിസ്കഷൻ വയ്ക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതും വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കലി കൊണ്ടുവരുന്നതിനെയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. 11th പോയിൻ്റ് ആണ് അഫിനിറ്റി ഡയഗ്രാം. The affinity diagram tool is used to organize large amount of non-quantitative എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പം ക്വാണ്ടിറ്റേറ്റീവാണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഒപ്പീനിയൻസ് അഥവാ ഇഷ്യൂസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല പലപ്പോഴും. അതിന് നമുക്ക് ഒരു റെപ്രസെൻറ്റേഷൻ എളുപ്പമല്ല അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്, അതിനെ നമുക്ക് ഒരു ഡാറ്റയായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് അഫിനിറ്റി ഡയഗ്രാം ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഇൻറ്റു ഗ്രൂപ്പിംഗ് ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐറ്റംസ്. The affinity diagram does for ideas what statistics does for numbers. സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് നമ്പേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പലപ്പോഴും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ കാണിക്കില്ലേ. ഇപ്പം ഒരു ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും നമ്പറിനെ നമുക്ക് പൈ ഡയഗ്രത്തിൽ കാണിക്കാം, അല്ലെ ബാർ ചാർട്ടിൽ കാണിക്കാം. പക്ഷെ അവരുടെ ഇൻ്റലിജൻസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല അല്ലേ. പലപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല പലപ്പോഴും പലതിൻ്റെ, അല്ലെങ്കിൽ അവരൊരു ഒപ്പീനിയൻസിനെ, നമ്മളെ അഭിപ്രായത്തിന് നമുക്ക് ഈ പറയുന്ന ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ നമ്പേഴ്സ് എങ്ങനെയാണോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതേ രീതിയിലാണ് ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ, അതിനെ അഫിനിറ്റി ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ അഫിനിറ്റി ഡയഗ്രാം പ്രോസസ് ഈസ് ഓഫൺ യൂസ്ഡ് വിത്ത് ദ റിസൾട്ട്സ് ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ടു ഓർഗനൈസ് ദ റിസൾട്ടിൻ്റെ. നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്തിരിക്കുന്ന പല ഈ പറയുന്ന ഡാറ്റ, ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറിലുള്ള ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ അഫിനിറ്റി ഡയഗ്രാം യൂസ്. നെക്സ്റ്റ് TQM ടൂളാണ് ഇൻ്റർ റിലേഷൻ ഡിഗ്രാഫ്. ദിസ് ടൂൾ ഗ്രാഫിക്കലി ഷോസ് ദ ലോജിക്കൽ ആൻഡ് ഓഫൺ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാക്ടേഴ്സ്. It is often used to conjunction with the results of an affinity diagram exercise to see causes and effect in order to determine why a corrective action need to be applied.
ഒരു ഡിഫക്റ്റീവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെന്തിന് ആ ഒരു കറക്ഷൻ എടുത്ത് അതെന്തുകൊണ്ട് അപ്ലൈ ചെയ്യണം, ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് ആ ഒരു കറക്റ്റീവ് ആക്ഷൻ എന്തുകൊണ്ട് എടുക്കണം, ആ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഷോസ് ചെയ്യുന്ന ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഡിഗ്രാഫ് എന്ന് പറയുന്നത്. ആ കോസ് ആൻഡ് ഇഫക്റ്റ്, കാരണത്തിന് എന്ത് ഇഫക്റ്റാണ്, ആ ഒരു ഇംപ്ലിമെൻറ്റേഷനിൽ എന്ത് ഇഫക്റ്റാണ് വരുന്നത് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഡിഗ്രാഫ് എന്ന് പറയുന്നത്. 13th പോയിൻ്റാണ് ട്രീ ഡയഗ്രാം. Graphically, it resembles an organization chart or family tree. It is used to identify the various tasks involved in and in full scope of a project, or to identify hierarchy, whether of personnel, business structure, or priority, and to ഐഡൻറ്റിഫൈ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ഓഫ് എ പ്രോജക്റ്റ്, പ്രൊസീജിയർ, പ്രോസസ്സ് എക്സെട്ര. എന്താ ഇവിടെ പറയുന്നത്? ഒരു ഫാമിലി ചാർട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഫാമിലി ട്രീ പോലെ ഓർഗനൈസേഷനിലെ ഹൈറാർക്കിക്കൽ ഓർഡർ, ഓരോരുത്തരുടെയും പൊസിഷൻസ് എന്തൊക്കെയാണ്, അവരെ എന്തൊക്കെ പേഴ്സൺസ് ആണ് അവിടെ ഉള്ളത്, അവിടുത്തെ സ്ട്രക്ചർ എന്താണ്, പ്രയോറിറ്റി എന്താണ് എന്നുള്ള ഒരു എൻറ്റയർ ടോപ്പ് ടു ബോട്ടം, അതുപോലെ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരൊക്കെയാണ് പേഴ്സൺസ്, എന്തൊക്കെ ടാസ്കുകളാണുള്ളത്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, റോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഡയഗ്രത്തിനാണ് ട്രീ ഡയഗ്രാം എന്ന് പറയുന്നത്. 14th പോയിൻ്റാണ് പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ്. Prioritization metrics are one of the group decision making tool that helps to prioritize tasks, issues and possible actions on the basis of agreed criteria. While these tools cannot make decisions, they can help to ensure that all the factors are evaluated and the logical decisions are reached. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ് എന്താണ്? ഒരു ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. എന്തൊക്കെയാണ് ഒരു ടാസ്കിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണ്, ഏത് ഇഷ്യൂവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, എന്ത് ആക്ഷനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ഈ പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസിഷൻസ് ഒന്നും എടുക്കുന്നില്ല. ഇതൊരു ടൂള് എന്തിനു വേണ്ടിയിട്ട്, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അവിടെ എന്താണ്, ദേ ക്യാൻ ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് ഓൾ ഫാക്ടേഴ്സ് ആർ ഇവാലുവേറ്റ്, എല്ലാ ഫാക്ടേഴ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. അതുപോലെ തന്നെ നമ്മൾ ലോജിക്കലി ആണ് ആ ഡിസിഷൻസിലേക്ക് എത്തിയിരിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് ലോജിക്കലി ആണ് ഡിസിഷൻസിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് എന്ത് സാധിക്കും, ഈ പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ് വഴി യൂസ്ഫുള്ളാണ്. 15th പോയിൻ്റാണ് ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം. This class of tools includes a wide range of project management tools used to plan the most appropriate schedule for a complex project. ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഒരു കോംപ്ലക്സ് പ്രൊജക്റ്റിന് ഒരു ടൈം ഷെഡ്യൂൾ, അതായത് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടെ എത്ര ടൈം എടുക്കുന്നു ഓരോ ആക്ടിവിറ്റിയിലും, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ്, കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണ്, ഇത്തരം ടൈം കാര്യങ്ങളും അതുപോലെ അതൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത്തരം എക്സാമ്പിളുകളാണ് ഗാൺ ചാർട്ട്, പെർട്ട് ചാർട്ട്, CPM എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മളൊരു ആക്ടിവിറ്റീനെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു കൺസ്ട്രക്ഷൻ, ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ ഡയഗ്രാമറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിന് ഓരോ ആക്ടിവിറ്റിക്ക്, ഇപ്പോൾ ഫൗണ്ടേഷൻ ഇത്ര ടൈം, പെയിൻറ്റിങ്ങിന് ഇത്ര ടൈം, പ്ലംബിങ്ങിന് എത്ര സമയം എന്നൊക്കെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ആക്ടിവിറ്റിക്കും എത്ര ടൈം വേണം എന്നൊക്കെ ഉള്ളത് ഡയഗ്രാമിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ടൂൾസ് ഓഫ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഈ പ്രാക്ടീസസ് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഡിഫറെൻറ്റ് ടൂൾസാണ് ഈ 15 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എലിമിനേറ്റ്സ് ഡിഫക്ട്സ് ആൻഡ് വെയ്റ്റ്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ഈ പറയുന്ന പല ടൂളുകളിലും എന്താ ഡിഫക്റ്റ്, എന്താ പ്രോബ്ലം, എന്തൊക്കെ വേസ്റ്റേജുകൾ സംഭവിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുന്നുണ്ട് അല്ലേ, ബെഞ്ച് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ ഓരോ ടൂളുകളും നമ്മൾ അവിടെ എൻഷുർ ചെയ്യുന്നത് ക്വാളിറ്റി എൻഷുർ ചെയ്യാനാണ്, ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എലിമിനേറ്റ് ഡിഫക്ട്സ്, ടോട്ടൽ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ടീംസ് ക്യാൻ എലിമിനേറ്റ് ഡിഫക്ട്സ്, റെഡ്യൂസ് ലീഡ് ടൈം ആൻഡ് ഐഡൻറ്റിഫൈങ് റിഡൻഡൻസി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ദാറ്റ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ആഡ് ടു ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. അല്ലേ, റിപ്പീറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിലുള്ള എന്താ പറയുക, അൺനെസസറി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഒഴിവാക്കാനായിട്ട്, അത്തരം ഡിഫക്റ്റുകൾ, അത്തരം വേസ്റ്റേജുകൾ ഒഴിവാക്കുക എന്നുള്ളത് എന്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, TQMൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻ അഡിക്വേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ്?
Faulty and inadequate communication and improper procedure act as a stumbling blocks in the way of proper development of the organization. ഇവിടെ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇന്നാഡിക്വേറ്റ് ഉള്ള കമ്മ്യൂണിക്കേഷൻ, വെറുതെ ഇൻഫോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൊളീഗ്സിൻ്റെ ഇടയിൽ വെറുതെ എന്താ പറയുക, വർക്കിംഗ് അവേഴ്സിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇൻപ്രോപ്പർ പ്രൊസീജിയേഴ്സ്, ഇതിനൊക്കെ നമ്മൾ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നു. അതൊരു ഓർഗനൈസേഷൻ്റെ ഇഫക്റ്റീവ്നെസ്സിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് ഒരു ബ്ലോക്കായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത്തരം ഇത് ഒഴിവാക്കിക്കൊണ്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അവർക്ക് പ്രോപ്പർ ലീഷർ ടൈം പ്രൊവൈഡ് ചെയ്യുന്നു, പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് പറയുന്നു. അപ്പോൾ സൂപ്പർവിഷനൊക്കെ ഉണ്ടാകുമ്പം അവർക്ക് എന്ത് വേണം, ലീഷർ ടൈമും വേണം, ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ എന്താണ്, നമ്മുടെ വർക്കിനെ ഇഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇന്നാഡിക്വേറ്റഡായുള്ള കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത്തരം ബ്ലോക്കുകൾ ഒഴിവാക്കുക, അഡിക്വേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. തേർഡ് വൺ എന്താണ്, എൻഷുവേഴ്സ് ബെറ്റർ ക്വാളിറ്റി പെർഫോമൻസ് ഇൻ എവറി സ്ഫിയർ ഓഫ് ആക്ടിവിറ്റി. അതായത് ഓരോ ആക്ടിവിറ്റിയുടെ എല്ലാ മേഖലകളിലും എന്താണ്, ക്വാളിറ്റി പെർഫോമൻസ് എൻഷുവർ ചെയ്യുക എന്നുള്ളത്. ടോട്ടൽ ക്വാളിറ്റി നമ്മൾ പറഞ്ഞ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിൽ, എംപ്ലോയീസിൻ്റെ ഇടയിൽ, ടോപ്പ് ലെവലിൻ്റെ ഇടയിൽ, പ്രൊഡക്ഷൻ, ഓരോ മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ, എന്തൊക്കെ ഡിഫക്റ്റുകളാണ് ഓർഗനൈസേഷനോ, എന്തൊക്കെ ഡ്രോബാക്കുകളും ബാരിയേഴ്സും ഉണ്ടെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ടോട്ടൽ ക്വാളിറ്റി എൻഷുവർ ചെയ്യണം അല്ലേ. ക്വാളിറ്റി പെർഫോമൻസ് ആണ് എവറി സ്ഫിയർ ഓഫ് ആക്ടിവിറ്റി. അപ്പോൾ TQM stresses on bringing attitudinal changes and improvement in the performance of the employees by promoting proper work culture and effective teamwork. ഫോർത്ത് പോയിന്റ്, ഹെൽപ്സ് ഇൻ ചെക്കിങ് നോൺ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. ആദ്യമേ മുതൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ ഡിഫക്റ്റ് എന്താണ്, നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഫിഫ്ത്ത് പോയിന്റ്, ഹെൽപ്ഫുൾ ഇൻ മീറ്റിംഗ് ദ കോമ്പറ്റീഷൻ. നമ്മൾ പറഞ്ഞു, ആദ്യം മീനിങ് പറയുമ്പോൾ തന്നെ പറഞ്ഞു, കോമ്പറ്റീറ്റേഴ്സ് ഐഡൻറ്റിഫൈഡ്, അവരുടെ ആക്ടിവിറ്റീസിന്, അവരുടെ ആക്ട്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിന് അനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ പ്രാക്ടീസസ് തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് നടത്തുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, TQM ടെക്നിക്സ് ആർ ഗ്രേറ്റ്ഫുള്ളി ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീഷൻ ആൻഡ് ഓൾസോ ഡെവലപ്പിംഗ് ഇൻ ഇഫക്റ്റീവ് കോമ്പാക്റ്റിംഗ് സ്ട്രാറ്റജി. അവരുടെ സ്ട്രാറ്റജിനെ വെല്ലുന്ന രീതിയിൽ, അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യുക, കോമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ എഫക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അത് യൂഷ്വലി ഫോക്കസ് ചെയ്യുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനിലാണ് അല്ലേ. അപ്പം നമ്മൾ ഓർഗനൈസേഷനിൽ നിന്നുള്ള ബെറ്റർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഇതിനു വേണ്ടി എന്താണ്, പല രീതിയിലുള്ള പല സർവേസും പല സ്റ്റഡികളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു, റിസർച്ച് സ്റ്റഡിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ട സർവീസുകൾ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് ഈ പറയുന്ന എൻ്റയർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അടുത്തതാണ് മൊറയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിവിടെ ആരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുവർ ചെയ്യുന്നുണ്ട്, എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് വരും, ഓർഗനൈസേഷനോടൊരു മൊറയിൽ കൂടും അല്ലേ, അവരുടേതാണ് ഈ ഓർഗനൈസേഷൻ എന്നൊരു ഫീൽ വരും. അപ്പോൾ ദ ഓൺ ഗോയിങ് ആൻഡ് പ്രൂവൺ സക്സസ് ഓഫ് TQM ആൻഡ് ഇൻ എ പർട്ടിക്കുലർ പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ് in that success can lead a noticeable improvement in the employee morale, which is turn reduction in employee turnover and therefore reduces the cost of hiring and training new employees അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ കുറേയധികം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിന് അത് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്, ട്രാൻസ്ഫേഴ്സ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ റിസൈനിങ് ഒക്കെ ആ ഓർഗനൈസേഷൻ ഇഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ്, നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് എന്ത് ചെയ്യണം, സ്റ്റേബിളായിട്ട് നിലനിന്ന് പോകണം. കാര്യം അവിടുത്തെ വർക്കിങ്ങും കാര്യങ്ങളും അറിയുന്നത് ആർക്കാണ്, ആ എംപ്ലോയീസിന്. അപ്പോൾ അവർക്ക് ആ ഒരു മൊറയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട്, അവർക്ക് ആ ഒരു ഓർഗനൈസേഷനോട് ഒരു മൊറയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി എംപ്ലോയീസിൻ്റെ ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യും അല്ലേ, അവരുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഇനി അടുത്തത് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ക്വാളിറ്റി ഈസ് എക്സ്പെൻസീവ്. TQM is an expensive to implement. Implementation often comes from the additional training cost, team development cost, infrastructure improvement
പോസ്റ്റ് കൺസൾട്ടേഷൻ ഫീസ് അല്ലേ. ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലേ. പല ടൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, പല സോഫ്റ്റ്വെയർസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, പലരെയും കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും, പല രീതിയിലുള്ള കോസ്റ്റുകൾ ഉണ്ടാവുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്താണ് അൾട്ടിമേറ്റ്ലി എക്സ്പെൻസീവാണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവാണ്, അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഇനി ഡിസ്കറേജസ് ക്രിയേറ്റിവിറ്റി. പലപ്പോഴും ഇങ്ങനെ ഒരു ടോട്ടലി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക, അതുപോലെ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, ഡിഫക്ട്സ് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് ഓൺഗോയിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയും വേണം അവിടെ. അത് പലപ്പോഴും എന്താണ് എംപ്ലോയീസ് താല്പര്യം ഉണ്ടാവില്ല, കാര്യം അവർ കൂടുതൽ ജോലി. ഇപ്പോൾ TKM ഫോക്കസസ് upon task standardization to ensure consistency, discourages creativity and innovation. It also discourages new ideas that can possibly improve productivity. പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ ഇന്നോവേഷൻസ് അത് ചിലപ്പോൾ എൻകറേജ് ചെയ്യുന്നുണ്ടാവില്ല ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ അത് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നോവേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി തേർഡ് പോയിന്റ്, പ്രൊഡക്ഷൻ ഡിസ്ട്രപ്ഷൻസ്. ഇംപ്ലിമെൻറ്റിംഗ് എ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എ കമ്പനി റിക്വയർസ് എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസിന് എന്ത് ചെയ്യണം, കൂടുതൽ ട്രെയിനിങ് കൊടുക്കണം അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ഒരു ഡിസ്റ്റർബിങ് ആണല്ലോ അല്ലേ. അപ്പോൾ ഡേ ടു ഡേ വർക്കിങ്സും ഡ്യൂട്ടീസിലൊക്കെ അത് ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഫോർത്ത് പോയിന്റ്, റിഡക്ഷൻ വർക്കേഴ്സ് ഔട്ട്പുട്ട്. In the beginning stages of implementation of total quality management in an organization can reduce worker output അല്ലേ. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്നു, ഇവർ കണ്ടിന്യൂസ്ലി ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന വരെ ഇവരുടെ വർക്ക് എന്ത് ചെയ്യുന്നു, വർക്കിൻ്റെ ഔട്ട്പുട്ട് കുറവായിരിക്കും. കുറേ സമയം ട്രെയിനിങ്ങിനും കുറേ സമയം അവരുടെ സൂപ്പർവിഷനും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഔട്ട്പുട്ടിലേക്ക് എത്തില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഫൈനൽ റിസൾട്ട്സിൽ അത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ഇനീഷ്യലി അവിടെ വർക്കേഴ്സിൻ്റെ ഔട്ട്പുട്ട് റിഡ്യൂസ് ചെയ്യും ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ. ഫിഫ്ത്ത് പോയിന്റ് എന്താണ്, എംപ്ലോയി റെസിസ്റ്റൻസ്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, എന്താണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എംപ്ലോയീസിന് വർക്ക് ലോഡ് കൂട്ടുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു, അവർ അപ് ടു ഡേറ്റ് ആയിരിക്കണം, അപ്ഡേഷൻസ് കറക്റ്റ് ആയിരിക്കണം, അവർ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അവർ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി അവർ പലപ്പോഴും എന്താണ് പുതിയ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, പുതിയ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും, ഈ പ്രോബ്ലംസൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ടി, കൂടുതൽ സർവേകൾ നടത്തേണ്ടി വരും. അപ്പോൾ അവരുടെ വർക്ക് ലോഡ് കൂടും. അപ്പോൾ അത് പലപ്പോഴും എംപ്ലോയീസിന് താല്പര്യമുള്ള കാര്യമാവില്ല. അപ്പോൾ എംപ്ലോയി അതിനെ റെസിസ്റ്റ് ചെയ്യും അല്ലേ. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള സിസ്റ്റംസ് വരുമ്പോൾ അവർക്ക് അവരുടെ ഈ പറയുന്ന എക്സിസ്റ്റൻസിന് നിലനിൽപ്പിനൊക്കെ അവർക്ക് പേടിയുണ്ടാവും. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ, ഇനി ഇങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടും, അങ്ങനെയൊക്കെയുള്ള ഫിയറുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ എംപ്ലോയീസിൻ്റെ റെസിസ്റ്റൻസിലേക്ക് ഭാഗമാവും. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്.